ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ വെച്ചിട്ടുള്ള ഒരു അടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ പത്തിരിപ്പൊടി കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സേമിയ എടുക്കുന്നുണ്ട്. സേമിയ വലിയ സേമിയ ചെറുതാക്കി ഒന്ന് പീസാക്കി മുറിച്ചിടാം കേട്ടോ. ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതാക്കി നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അത് ഒട്ടി പിടിക്കാണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ സേമിയ മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് തിളച്ചെടുത്ത് ഒരു 5 മിനിറ്റോളം മാത്രം വെന്താൽ മതി. പിന്നെ ആവിയിൽ വേകുമ്പോൾ ബാക്കിയും കൂടെ അങ്ങ് വെന്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേവാണ്ട് അങ്ങനെ തന്നെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വിട്ടു പോയതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സേമിയ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് മീഡിയം ആക്കി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അരമുറി തേങ്ങൻ്റെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മധുരം ഇട്ട് കൊടുക്കണേ, എങ്കിലേ വെന്ത് വരുമ്പോൾ നല്ല മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും പിന്നെ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഉടഞ്ഞു പോവാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതാ കുറച്ചും കൂടെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം ഉടഞ്ഞു പോവാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഇല്ലേ, അതിൻ്റെ ഒരു പിടി എടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തി റൗണ്ടാക്കി എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ സേമിയ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. അടൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ബോൾ പോലെയോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ അടൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വാഴൻ്റെ ഇലയിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ നമ്മുടെ അട എല്ലാം അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ സേമിയ കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കണേ. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ.